മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ അവൾ ഗർഭിണിയായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് അവൾ ഗർഭചിത്രം വരെ നടത്തി. അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്കിപ്പുറമാണ് അവൾ മരണപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച IB ഉദ്യോഗസ്ഥയായിട്ടുള്ള മേഘയെ കുറിച്ചാണ്. മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. മേഘ മരിച്ച ദിവസം തന്നെ മേഘയുടെ മരണത്തിന് ഉത്തരവാദി കാമുകനാണെന്നുള്ള റിപ്പോർട്ട് പോലീസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അല്ലെ, കാമുകൻ ആരാണ്? മറ്റൊരു IB ഉദ്യോഗസ്ഥനായിട്ടുള്ള സുഗാന്ത് സുരേഷ് ആണ്. പക്ഷെ അതിനുശേഷം വലിയ രീതിയിലുള്ള ഫോളോ അപ്പോ കാര്യങ്ങളോ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മേഘയുടെ കുടുംബം 24 മണിക്കൂറും ഇതിന് പിന്നാലെ തന്നെയായിരുന്നു. കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ മകളെയല്ലേ, അവർക്ക് നീതി ലഭിച്ചേ പറ്റൂ. അങ്ങനെയാണ് അവർ മേഘയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും മറ്റും പരിശോധിക്കുന്നത്. അങ്ങനെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണ്? മേഘയ്ക്ക് ഒരു മാസം സാലറി കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ ആ എമൗണ്ട് മുഴുവനും മേഘ സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ഒരു രൂപ പോലും കുറയാതെ മുഴുവനും സുഗാന്തിന് അയച്ചു കൊടുക്കും പോലും. എന്നിട്ട് സുഗാന്ത് ഒരു പിച്ചക്കാശ് പോലെ 1000-2000 ഒക്കെ മാസ ചെലവിന് വേണ്ടി തിരിച്ചിങ്ങോട്ട് അയച്ചു കൊടുക്കും. ഇത് നമ്മളന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. പക്ഷെ ഇതിനെല്ലാം ഇപ്പം അറിയാൻ സാധിക്കുന്നത് അവനെ ലൈംഗികപരമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ അവൾ ഗർഭിണിയുമായിട്ടുണ്ടായിരുന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അവൾ അവസാനം തിരുവനന്തപുരത്തെ ഒരു ഹോസ്പിറ്റലിൽ പോയി അബോർട്ട് ചെയ്യുകയായിരുന്നു. ഇതിപ്പോ ഞാനിപ്പോ വെറുതെ അടിച്ചുണ്ടാക്കാൻ നിങ്ങൾ പറയണ്ട കേട്ടോ. ഇത് പറഞ്ഞിട്ടുള്ളത് മേഘയുടെ അച്ഛൻ തന്നെയാണ്. അവര് പറയുന്നൊന്ന് കേട്ടോക്കാം. മരുന്ന് മേടിച്ചതിന്റെ ഒരു ബില്ല് കിട്ടി. അപ്പൊ അതില് ഇതുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകളുടെ കുറിപ്പ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ അത് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുകളിൽ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് ഇതിനു വേണ്ടിയുള്ളതാണ്. അപ്പൊ ആ വിവരം നമ്മൾ പോലീസിന് കൈമാറി. പിന്നീട് അവർ അവിടെ ക്രോസ് ചെക്ക് ചെയ്ത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. ഇപ്പൊ എല്ലാ തെളിവും അവരുടെ കയ്യിലുണ്ട്. അവര് പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും പറയുന്നത് അന്വേഷണത്തിലാണ്. അപ്പൊ വിവരങ്ങളൊന്നും പുറത്തു പറയാൻ സാധിക്കില്ല. ഓക്കെ, മനസ്സിലായല്ലോ. ഇവര് വീട് പരിശോധിച്ച സമയത്ത് ഇവർക്കൊരു പ്രിസ്ക്രിപ്ഷൻ കിട്ടി. അത് വെച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇവിടെ തിരുവനന്തപുരത്ത് പോയി അബോർട്ട് ചെയ്ത കാര്യം ഇവർ അറിയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നതല്ല, എന്ത് മനസ്സാണ് വേണ്ടത് എന്നുള്ളതാണ്. ഒരു നാർസിസ്റ്റ് പേഴ്സണാലിറ്റിന്റെ എക്സ്ട്രീം ആണല്ലോ ഇവനെല്ലാം. ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു, അവളുമായി പ്രണയത്തിലാകുന്നു, ശേഷം അവളെ ശാരീരികവും സാമ്പത്തികവുമായി ഉപയോഗിക്കുന്നു, അവളെ ഒഴിവാക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുമോ? നാർസിസ്റ്റുകൾക്കേ പറ്റത്തുള്ളൂ. ഈ സുഗാന്ത് എന്ന് പറയുന്നവന് പക്ക ഒരു നാർസിസ്റ്റ് ആണെന്നുള്ളതിൽ യാതൊരു സംശയവും. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് മേഘയുടെ അച്ഛനും അമ്മാവനും ഒരു ഞെട്ടിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തലും കൂടി നടത്തുന്നുണ്ട്. അതും കൂടി ഒന്ന് കേട്ടോക്കാം. അതിനെ കുറിച്ച് ഇപ്പോ നമ്മൾ അന്വേഷിച്ചില്ലായിരുന്നു. ഇപ്പൊ ഞങ്ങൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഇയാൾക്ക് മറ്റു 2 അഫയർ കൂടെ ഉണ്ടായിരുന്നു. അതും സഹപ്രവർത്തകരായിരുന്നു. അത് മറ്റൊരു തലത്തിലേക്കൊക്കെ ആ കുട്ടികളും ഇതുപോലെ നടത്തിയിട്ടുണ്ടെന്ന് ഞങ്ങളുടെ അറിവ്. ഓക്കെ, അവസാനം ഈ അമ്മാവൻ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അവരും ഇതുപോലെ നടത്തിയിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ അറിവ് എന്നുള്ളത്. വിച്ച് മീൻ ആ പെൺകുട്ടികളും ഇതേപോലെ അബോർഷൻ നടത്തിയിട്ടുണ്ട് എന്നാണ് അമ്മാവൻ ഉദ്ദേശിച്ചത്. അതായത് ഒന്നുകൂടി തെളിച്ച് പറയുകയാണെങ്കിൽ സുഗാന്ത് ഇവിടെ മേഘയെ മാത്രമല്ല ഗർഭിണിയാക്കിയിട്ടുള്ളത്, മറ്റു പല പെൺകുട്ടികളെയും ഗർഭിണിയാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് ഇവന്റെ തൊഴിലാണെന്ന് വേണം മനസ്സിലാക്കാൻ. പെൺകുട്ടികളെ പരിചയപ്പെടുക, അവരുമായി പ്രണയത്തിലാവുക, എന്നിട്ട് അവരെ ശാരീരികപരമായി ഉപയോഗിക്കുക, ശേഷം അവരെ വലിച്ചെറിയുക, എന്നിട്ട് മറ്റൊരു പെൺകുട്ടിയെ തേടി പോവുക. ഇതന്നെ ഇവനിങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലോചിക്കണം അതല്ലേ, ഇവനൊക്കെ ഇതിന് മാത്രം എവിടുന്നാണ് ഇത്ര പെണ്ണ് എന്നുള്ളതാണ്. ഇവിടെ ഇമാതിരി ഉടായ്പ കാണിച്ച് നടക്കുന്നവന്മാർക്കൊക്കെ ഭയങ്കരമായിട്ട് പെണ്ണ് കിട്ടുന്നുണ്ട്. എന്നാൽ മര്യാദയ്ക്ക് നടക്കുന്നവന്മാർക്കോ പെണ്ണ് കിട്ടാനേ ഇല്ല. ഇവന്മാർക്ക് പിന്നാലെ പെൺകുട്ടികൾ ക്യൂ നിൽക്കുകയാണ്. അല്ലേ, അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഗേൾസ് ഓൾവേസ് ലൈക്ക് ബാഡ് ബോയ്സ് എന്ന്. ഇമാതിരി ഊളകളെയൊക്കെ പെൺകുട്ടിയൊക്കെ ഇഷ്ടപ്പെടുത്തുള്ളൂ. അത് അങ്ങനെ ഒരു കഥ. എന്തായാലും ബാക്കിയാണ് നോക്കാം. ഞങ്ങളുടെ അറിവ് ഞങ്ങളത് ദൃശ്യമാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് അവരുടെ സ്വകാര്യ ജീവിതത്തെ ബാധിക്കും. ഈ ഞങ്ങൾ വെച്ച ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവൻ ഇത്ര മഹാ ഫ്രോഡാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്ക് ഇത് കാണുന്ന രക്ഷിതാക്കൾ, ആ കുട്ടികളോ രക്ഷിതാക്കളോ ഇവനെതിരെ പരാതിയായിട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതെ, അങ്ങനെ ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ അവർ IB മൊഴി കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഓക്കെ, ഇവിടെ മേഘയുടെ അച്ഛന്റെയും അമ്മാവിന്റെയും മറ്റുള്ള പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് പുറത്തു വിടാതിരിക്കാനുള്ള മെന്റാലിറ്റിയെ അപ്രീഷിയേറ്റ് ചെയ്യാതെ വയ്യ. സ്വന്തം മകളുടെ നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ പോലും അവർ മറ്റുള്ളവരുടെ പ്രൈവസിയെ മാനിക്കുന്നുണ്ട്. അല്ലെ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചോട്ടെ, എന്റെ മകൾക്ക് നീതി കിട്ടിയാൽ മതിയെന്ന് അവർ ചിന്തിക്കുന്നില്ല. അവർ മറ്റുള്ളവരെയും കൂടി പരിഗണിക്കുന്നുണ്ട്. വേണമെങ്കിൽ സുഗാന്തിന്റെ ലൈംഗിക ചൂഷണത്തിനിരയായ മറ്റുള്ള പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ഇവർക്ക് പുറത്തു വിടാമായിരുന്നു. അല്ലെ, അത് നല്ലൊരു മനസ്സ് തന്നെയാണ്, അപ്രീഷിയേറ്റ് ചെയ്യാതെ വയ്യ. പിന്നെ അതിനിടയ്ക്ക് ഇവിടെ മേഘയുടെ അമ്മാവൻ പറഞ്ഞ മറ്റൊരു കാര്യം, അതായത് സുഗാന്തിന്റെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കപ്പെട്ട അവരുടെ മാതാപിതാക്കൾ രംഗത്ത് വരണമെന്ന് ആ അമ്മാവൻ ആവശ്യപ്പെട്ടത്. അവരൊരിക്കലും രംഗത്ത് വരുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതണ്ട. അവര് വരാൻ പോകുന്നില്ല. കാരണം അവര് ചിന്തിക്കുന്ന എന്താണ്, അവര് രംഗത്ത് വന്നു കഴിഞ്ഞാണെങ്കിൽ താങ്കളുടെ മകൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പുറലോകം അറിയും. സ്വാഭാവികമായിട്ടും കുടുംബത്തിന് നാണക്കേടുണ്ടാകും. ആ പെൺകുട്ടിക്ക് വേറെ ചെക്കനെ കിട്ടില്ല, അവർക്ക് കല്യാണം നടക്കില്ല. ഇങ്ങനെ രംഗത്ത് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവനെതിരെ അവരുടെ മാതാപിതാക്കൾ രംഗത്ത് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ബ്രേവ് അറ്റംപ്റ്റ് തന്നെയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കപ്പെടുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെയും മെന്റാലിറ്റി ഒക്കെ തന്നെയാണ് ഈ പെൺകുട്ടികളെ ലൈംഗിക ചൂഷണം ചെയ്യുന്നവന്മാരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ പെണ്ണും ഈ പെണ്ണിന്റെ വീട്ടുകാരും
മാനം ഭയന്നൊന്നും പുറത്ത് പറയില്ല എന്നുള്ള ധൈര്യം കൊണ്ടാണല്ലോ ഇവന്മാർ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത്. ഇപ്പൊ എന്നോട് തന്നെ പലരും പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. അതിൽ ഈ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കപ്പെട്ട ആളുകളുടെ ബന്ധുക്കളും കോൺടാക്ട് ചെയ്യാറുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പല കണ്ടന്റുകളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കോൺടാക്ട് ചെയ്യുന്നവരൊക്കെ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് പുറത്തു വിടരുത്, അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറുന്നുള്ളത്, അവളുടെ കുടുംബം തകരും എന്നുള്ള രീതിയിൽ. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചു പോയൊരു കാര്യമുണ്ട്, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളത്. ഞാൻ സന്ദർഭോചിതമായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്തായാലും അമ്മാവനും അച്ഛനും പറയാനുള്ള ബാക്കിയോട് കേട്ടോക്കാം. മറ്റെന്തെങ്കിലും സാമ്പത്തിക ചൂഷണം അവരെ നടത്തിയിട്ടുണ്ടോ? അവരുടെ നടത്തിയിട്ടില്ലെന്നുള്ളതാണ് നമ്മുടെ നിലവിലെ അറിവ്. അവരോട് മേഘയുടെ അത്ര അടുത്ത് കാണില്ല, അതുകൊണ്ടായിരിക്കും അവർ സാമ്പത്തിക ചൂഷണം നടത്താത്തത്. ഇവിടെ അവരെന്നുള്ളത് കൊണ്ട് അമ്മാവൻ ഉദ്ദേശിച്ചത് സുഗാന്തിന് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കപ്പെട്ട മറ്റുള്ള പെൺകുട്ടികളാണ് കേട്ടോ. ഇവിടെ മേഘയെ മാത്രമേ സുഗാന്ത് സാമ്പത്തിക ചൂഷണം നടത്തിയിട്ടുള്ളൂ, ബാക്കിയുള്ളവരെ ലൈംഗിക ചൂഷണം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ആ കാര്യമാണ് ഇവിടെ അമ്മാവൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാലും എന്റെ ഇവിടുത്തെ പരമായ സംശയം മറ്റൊന്നുമല്ല, ഇതിന് പിന്നിൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. കാരണം ഇവിടെ നിങ്ങളൊന്ന് നോക്കി, സുഗാന്ത് 8 മാസങ്ങൾക്ക് മുമ്പ് മേഘയുമായി പ്രണയത്തിലാകുന്നു. ആ പ്രണയത്തിലായതിനു ശേഷം ഇവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷം മേഘയുടെ ശമ്പളം മുഴുവനും സുഗാന്തിന് അയച്ചു കൊടുക്കുന്നു. ഇതെല്ലാം കൂടി നിങ്ങളൊന്ന് കൂട്ടി വായിച്ചു നോക്കി. ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം എന്താണ്? ഇവിടെ സുഗാന്തും മേഘയും പ്രണയത്തിലായതിനു ശേഷം അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് മേഘയുടെ നഗ്ന ചിത്രങ്ങൾ ഈ പറഞ്ഞ സുഗാന്ത് പകർത്തിയിട്ടുണ്ടാവണം. അത് വെച്ച് അവൻ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടാക്കണം. നിന്റെ എല്ലാ മാസവും സാലറി എനിക്ക് അയച്ചു തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഈ ദൃശ്യങ്ങൾ പുറത്തു വിടുമെന്നുള്ളത്. ആ രീതിയിൽ അവൻ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടാക്കണം. അതല്ലാതെ അവളുടെ സാലറി മൊത്തം അവൻ അയച്ചു കൊടുത്തതിന് പിന്നിലുള്ള മറ്റൊരു കാരണം ഞാൻ കാണുന്നില്ല. ഇനി അതല്ലെങ്കിൽ അവൾക്ക് അവനോട് അസ്ഥിക്ക് പിടിച്ച പ്രണയമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവളുടെ കയ്യിലുള്ള പണം മൊത്തം അവന്റെ കൈമ കൊടുക്കും. പക്ഷെ അതിനേക്കാളും സാധ്യത ഞാൻ ഇവിടെ കാണുന്നത് അവൻ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്തത് തന്നെ ആകാനാണ്. ഞാൻ എന്റെ ഒരു അനുമാനം പറഞ്ഞെന്നുള്ളൂ കേട്ടോ. പോലീസുകാരെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. എന്തായാലും അമ്മാന് പറയാനുള്ള ബാക്കിയോട് കേട്ടോക്കാം. അറിവ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കുമല്ലോ. തീർച്ചയായിട്ടും ഇവനെ അതായത് മേഘയെ സംബന്ധിച്ച് മേഘയ്ക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഒരു പക്ഷേ മേഘ ഇത് അറിഞ്ഞു കാണുമെന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം കൂടുതൽ അവനോട് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടാവുമെന്നും അറിയത്തില്ല. എന്തായാലും ഇവൻ ആള് സ്ട്രൈറ്റ് അല്ല, ഇവൻ മറ്റു കുട്ടികളെയും ഇതുപോലെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം അറിയത്തില്ല. ഓൾറെഡി നമ്മൾ വീട്ടുകാരെ സംബന്ധിച്ച് അവൻ IB ഉദ്യോഗസ്ഥനാണ്. ഒരു പ്രപ്പോസൽ വന്ന ആളിന്റെ ഒരു കുട്ടി ഒരാളെ ഇഷ്ടപ്പെടുന്നതൊന്നും തെറ്റല്ല. അവർക്ക് 24-25 വയസ്സുണ്ട്, അതിലൊന്നും തെറ്റായി കാണുന്നില്ല. പക്ഷേങ്കിൽ അവളെ മിസ്യൂസ് ചെയ്തതിന് ശേഷം വലിച്ചെറിയുന്ന മാതിരിയുള്ള ഇത് കണ്ടതിന് ശേഷമാണ് ആ കുട്ടിക്ക് താങ്ങാൻ കാണത്തില്ല. അത് അവൾക്കെന്നല്ല ഒരു പെൺകുട്ടിക്കും താങ്ങാൻ പറ്റില്ല. ഒരു പെണ്ണെല്ലാം സഹിക്കും അല്ലേ, പക്ഷെ തന്നെ ശാരീരികമായി ഉപയോഗിച്ചതിന് ശേഷം ഒരാൾ തന്നെ വലിച്ചെറിയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാണെങ്കിൽ അവൾക്ക് അത് സഹിക്കാൻ കഴിയില്ല. ഇവിടെ സുഗാന്ത് അവളെ ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തതിന് ശേഷം അവളെ വിവാഹി മറ്റൊരുത്തിയെ വിവാഹം ചെയ്യാൻ നിന്നതായിരുന്നല്ലോ. അതിനടുത്തായിരുന്നല്ലോ ഇതെല്ലാം സംഭവിച്ചത്. എന്തായാലും ഈ സുഗാന്തുമായി ബന്ധപ്പെട്ട് സുഗാന്തിന്റെ നാട്ടുകാരനായിട്ടുള്ള സന്ദീപ് എടപ്പാൾ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ സുഗാന്തിന്റെ ഡീറ്റെയിൽസ് പുറത്തു വിടുന്നുണ്ട്. നമുക്ക് എന്തായാലും അതും കൂടി കണ്ടു നിർത്താം. എനിക്കറിയാം, ഈ നാറി എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എടപ്പാളിലെ ശുഖപുരം പമ്പിന്റെ നേരെ മുന്നിലാണ്, പട്ടാമ്പി റോട്ടിലാണ് ആളുടെ വീട്. ടൗണിൽ തന്നെയാണ്, കോടീശ്വരനാണ്. ഭൂസ്വത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഭൂസ്വത്ത് ഉണ്ട്. ഇവന്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. അതുപോലെ തന്നെ ഇവന്റെ അച്ഛൻ ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. നല്ല സാമ്പത്തികമുള്ള ആളാണ്. ഇവൻ മുങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടാവും. ഞാൻ അവന്റെ നാട്ടില്, അതായത് എന്റെ നാട്ടില്, ഞാൻ അവന്റെ വീടിന്റെ അടുത്തൊക്കെ പോയി അന്വേഷിച്ച് നോക്കിയപ്പോ അവൻ അവിടുന്ന് മുങ്ങിയിട്ടുണ്ട്. ആ വീട് അടഞ്ഞു കിടക്കുകയാണ്. ആ വീട്ടിന്റെ മുന്നിൽ ഒരു പട്ടിയുണ്ട്. അതിനാരാണ് അവർ തിന്നാൻ കൊടുക്കുന്നത്? വീടിന് ഒരു CCTV ക്യാമറയുണ്ട്. ഇതൊക്കെ ഇന്റർനെറ്റിൽ കണക്ട് ആയി കിടക്കുന്ന ഒരു ക്യാമറ ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഒരു പക്ഷേ ഇവരുടെ വീട്ടിന്റെ മുന്നിൽ ആരൊക്കെ വരുന്നു, ആരൊക്കെ വന്നുപോയി എന്നൊക്കെ അവർക്ക് നോക്കാനും കഴിയും. അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് കണ്ടെത്താം. പോലീസുകാർക്ക് ആ ഒരു രീതിയിൽ അന്വേഷിക്കുകയാണെങ്കിൽ പോലും ഈ സുഗാന്തിനെ കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇവനൊരു ഇന്റർവേർട്ട് ആണ്. ഇവൻ പുറത്തിറങ്ങാറില്ല. എടപ്പാൾ എന്ന ടൗണിൽ ഒരു മനുഷ്യനുമായിട്ട് ഇവന് കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇവൻ പഠിച്ചിരുന്നതൊക്കെ പുറത്താണ്, നമ്മുടെ നാട്ടിലല്ല. നാട്ടിലെ ഒരു സുഹൃത്ത് പോലും ഇല്ല. ഇനി ഇവർ അങ്ങനെ എങ്ങാനും സുഹൃത്ത് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിലൊരു വലിയ ഉത്സവമുണ്ട്, അതാണ് കുളങ്ങര ഉത്സവം. ആ ഉത്സവത്തിലൊക്കെ വരേണ്ടിയിരുന്നു. അവൻ ഉത്സവങ്ങളിലും വരാറില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ 2013 എങ്ങാനും ആണ് ഇവൻ അവസാനമായിട്ട് ഈ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. അത് അവന്റെ പ്രൊഫൈൽ പിക്ചറാണ്. അതിനുശേഷം അവൻ ഒരു ഫോട്ടോ ഇട്ടിട്ടില്ല. ഫോട്ടോ ഇടാതിരിക്കാനുള്ള കാരണം അവൻ ഇന്റലിജൻസ് ബ്യൂറോയിലാണ് പ്രവർത്തിക്കുന്നത്, വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു ജോബാണ്. അതുകൊണ്ടാകാം. എന്തായാലും ഇവന്റെ വീട്ടിൽ അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുണ്ട്. ഇവൻ പണത്തിന് വേണ്ടിയാണ് ആ ഒരു പെൺകുട്ടിയെ ഈ രീതിയിൽ ചൂഷണം ചെയ്തതെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു വലിയ ഞെട്ടലുമുണ്ട്. അത് ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പണമുള്ളവനാണ് പണത്തോട് കൂടുതൽ ആർത്തി എന്ന് കേട്ടിട്ടില്ല, അത്രേ ഉള്ളൂ. ഏത് പണമുള്ളവനാണെങ്കിലും പോക്കറ്റിൽ ഒരു 10 റുപ്യ വരാണെങ്കിൽ വന്നോട്ടെ എന്നല്ലേ ചിന്തിക്കുകയുള്ളൂ, അത്രേ ഉള്ളൂ. എന്തായാലും ഇത്രയൊക്കെയാണ് മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പം പുറത്തു വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.